ഹായ് മക്കളെ, നമസ്കാരം. സംക്രമണം എന്ന പാഠഭാഗത്തിലേക്ക് സ്വാഗതം. നമ്മൾ പറഞ്ഞു പരീക്ഷയ്ക്ക് മുന്നോടിയായിട്ട് ഒരു റിവിഷൻ സെക്ഷൻ വീഡിയോസുടെ പരമ്പര തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അതിനകത്ത് പാഠഭാഗത്തിൻ്റെ റിവിഷനാണ് പൂർണ്ണമായിട്ട് എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. അതായത് പാഠഭാഗം വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് പകരം പാഠഭാഗത്തിൻ്റെ സംഗ്രഹം നിങ്ങളെ കയ്യിലേക്ക് തരും. പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളും സെറ്റാക്കും. ആ പാഠഭാഗം പിന്നീട് നിങ്ങൾ മറക്കില്ല. ഈ ക്ലാസ് കാണുന്നതിന് മുമ്പ് മക്കൾ ചെയ്യേണ്ടത് ആ പാഠഭാഗം വൃത്തിയായിട്ടൊന്ന് വായിച്ചിരിക്കുക എന്ന പ്രക്രിയയാണ്. പാഠഭാഗം വൃത്തിയായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് വായിക്കുക എന്നുള്ള കാര്യം അത് നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ സംക്രമണം എന്നുള്ള പാഠം യൂണിറ്റ് 4 5ാമത്തെ ചാപ്റ്ററാണ് സംക്രമണം. അല്ലേ, നമ്മുടെ നൂറ്റാണ്ടുകളായിട്ട് സമൂഹത്തിൽ തരം താഴ്ത്തപ്പെടുന്ന രണ്ടാംകിട വിഭാഗക്കാരായി കാണപ്പെടുന്ന സ്ത്രീ വിഭാഗങ്ങൾ പഠനത്തിൽ എത്രമാത്രം മുന്നോക്കം വന്നിട്ടും നമ്മൾ എന്തുമാത്രം പരിഷ്കാരങ്ങൾ നേടിയെന്ന് പറഞ്ഞിട്ടും അവരുടെ സ്ഥിതിക്ക് കാര്യമായ മാറ്റങ്ങളൊന്നും സമൂഹത്തിൽ സംഭവിച്ചിട്ടില്ല. ആ അവസ്ഥയിൽ നിന്ന് സ്ത്രീകളെ മോചിപ്പിക്കാനുള്ള കവിയുടെ അടങ്ങാത്ത ആഗ്രഹത്തിനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ കവിതയിലൂടെ ആറ്റൂർ ആവിഷ്കരിച്ചിരിക്കുന്നത്. സെറ്റ്, നമുക്ക് പാഠസംഗ്രഹത്തിലേക്ക് വരാം. ആറ്റൂർ രവിവർമ്മയുടെ കവിതയാണ്. മലയാള കവിതയിൽ ആധുനിക പ്രവണതകൾക്ക് തുടക്കം കുറിച്ച കവികളിൽ പ്രധാനിയാണ്. 1930 ഡിസംബർ 27 തൃശ്ശൂർ ജില്ലയിലെ ആറ്റൂരിലാണ് ജനിച്ചത്. കവിത ആറ്റൂർ രവിവർമ്മയുടെ കവിതകൾ എന്നിവ പ്രധാന കൃതികളാണ്. സുന്ദര രാമസ്വാമി, സൽമ ജി നാഗരാജൻ എന്നിവരുടെ കൃതികൾ തമിഴിൽ നിന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. സാഹിത്യ അക്കാദമി അവാർഡും എഴുത്തച്ഛൻ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് ആറ്റൂർ രവിവർമ്മക്ക്. പാഠസംഗ്രഹത്തിലേക്ക് വരാം. ഓക്കെ, എന്താണ് പാഠസംഗ്രഹത്തിൽ പറയുന്നത്? കുറേ നാളായിട്ട് കവിയുടെ ഉള്ളിൽ ഒരുത്തിയുടെ ശവശരീരം അളിഞ്ഞു നാറുന്നു. ഒരു സ്ത്രീയുടെ ശവശരീരം എന്ത് ചെയ്യുന്നുണ്ട്, കുറേ നാളുകളായിട്ട് അളിഞ്ഞു നാറുന്നുണ്ട്. വിരലുകൾ മൂക്കിൽ തിരുകിയാണ് കവി നടക്കുന്നതെങ്കിലും അരികത്തുള്ളവരും അകലെയുള്ളവരും ഒഴിഞ്ഞു മാറുന്നു. അത്രമാത്രം അസഹനീയമായിരിക്കുന്നു ദുർഗന്ധം. അറിവുണ്ടായപ്പോൾ മുതൽ ഒരു നൂലട്ടയായി കണ്ണിലുണ്ടായിരുന്നു സ്ത്രീയുടെ സാന്നിധ്യം. വിശപ്പ് കൊണ്ട് വാരി വലിച്ചു തിന്ന് ചത്തവൻ്റെ അമ്മയായവൾ. ഒരു പെണ്ണിൻ്റെ തല അതിന് ലഭിച്ചു. അവളുടെ മുഖത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന ഓരോ അവസ്ഥകളെ പറയാണ്. അവളുടെ മുഖത്തെ കണ്ണ് പാതിരക്ക് മാത്രം അടക്കാനുള്ളതാണ്. വീട്ടിലുള്ള എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം മാത്രം ഉറങ്ങാനുള്ളവളാണ് സ്ത്രീ എന്ന് സമൂഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ട്. മുറിവിൻ്റെ വക്ക് പോലുള്ള ചുണ്ടുകൾ നിശബ്ദമാണ്. സംസാരിക്കാനോ അഭിപ്രായം പറയാനോ ഉള്ള അവകാശം അവൾക്കില്ല. അവളോളം വൈകി ഒരു നക്ഷത്രവും മയങ്ങാറില്ല. അവൾ ഉണർന്നതിന് ശേഷമേ സൂര്യൻ പോലും എന്ത് ചെയ്യാറുള്ളൂ, ഉണരാറുള്ളൂ. 1000 കാതം നടന്നിട്ടും പുറപ്പെട്ടയിടത്ത് തന്നെ നിൽപ്പാണവൾ. എത്രയോ കാലം കടന്നുപോയിട്ടും സമൂഹം ഒരുപാട് പുരോഗമനങ്ങൾ കടന്നു, നൂറ്റാണ്ടുകൾ പിന്നിട്ടു. എന്നിട്ടും സ്ത്രീകളുടെ ജീവിതത്തിന് ഇപ്പോഴും എവിടെയായിരുന്നോ അന്ന് പുറപ്പെടുന്ന സമയത്ത് സ്ത്രീ ഉണ്ടായിരുന്നത് അതേ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. 1000 വട്ടം നെഞ്ചിൽ ചവിട്ടേറ്റിട്ടും അവൾ ഉണർന്നിട്ടില്ല. ഒരു നാറത്തേപ്പായി, ഒരു കുറ്റിച്ചൂലായി, ഞണുങ്ങിയ വക്കാർന്ന കഞ്ഞിപ്പാത്രമായി, ഒടുവിൽ ഒരട്ടി മണ്ണായി അവൾ മാറിയിരിക്കുന്നു. നാറത്തേപ്പിലെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ വസ്ത്രങ്ങളെ ഒരു കുറ്റിച്ചൂല് ഉപയോഗിച്ച് കഴിഞ്ഞ ചൂലാണെന്ത് മാറാം, കുറ്റിച്ചൂലായി മാറാം. ഞണുങ്ങിയ വക്കാർന്ന കഞ്ഞിപ്പാത്രം, വക്കൊക്കെ എന്താ പറയുക, ഞണുങ്ങിപ്പോയി കഴിഞ്ഞാൽ ആ പാത്രം നമ്മൾ എന്ത് ചെയ്യും, ഉപേക്ഷിക്കും. ഇത്തരത്തിൽ ഉപേക്ഷിച്ച് കളയുന്ന വീട്ടിലൊരു വസ്തുവായിട്ടാണ് ആരെ കണക്കാക്കിയിരിക്കുന്നത്, സ്ത്രീകളെ കണക്കാക്കിയിരിക്കുന്നത്. എന്നാൽ ഗതി കിട്ടാത്ത അവളുടെ ആത്മാവിനെ ഒരു യന്ത്രം പോലെ കവി അഴിച്ചെടുത്ത് അതിസൂക്ഷ്മമായി മറ്റൊരു ശരീരത്തിൽ ചേർക്കുന്നു. കവി ഒരു ആഭിചാരക്രിയ ചെയ്യുന്ന പോലെ, ആഭിചാരം ചെയ്യുമ്പോൾ ഓരോന്നിങ്ങനെ മന്ത്രം ചൊല്ലി വേറെ ഇതിലേക്ക് കൊണ്ടുവരില്ലേ, അതേപോലെ ഈ സ്ത്രീയുടെ ആത്മാവിനെ മറ്റു പലതിലേക്കും കൊണ്ടുവരാൻ വേണ്ടി കവി ശ്രമിക്കുകയാണ്. വിശക്കുമ്പോൾ ഊരിലിറങ്ങുന്ന നരഭുക്കായ കടുവയിലേക്ക് അവൾ സംക്രമിക്കുന്നു. കുട്ടികൾ ഉറങ്ങുമ്പോൾ മലയുടെ താഴെ വയലിനക്കരെ അതിൻ്റെ മുരൾച്ച കേൾക്കാം. ഇറയത്തെ എച്ചില് തിന്നുന്ന കൊടിച്ചിയിലല്ല, ഇരയെ വളഞ്ഞാക്രമിക്കുന്ന ചെന്നായയിലാണ് ആത്മാവിനെ ചേർക്കുന്നത്. അവളുടെ വിശപ്പ് കാട്ടുതീയാകുന്നു, നഗരങ്ങളെ ചുട്ടരിക്കുന്നു. അവളുടെ വേദന ചലവും ചോരയും ഒലിപ്പിക്കുന്ന സന്ധ്യയിലേക്കും പകരുന്നു. അവളുടെ ശാപം
സൂര്യതാപമായി മാറി വിളനിലങ്ങളെ കരിക്കുന്നു. വസൂരിമാല പരന്ന ആകാശത്തിൽ അവളുടെ ജഡം ബലിമൃഗമായി മാറുന്നു. സെറ്റ്. അപ്പോൾ ഇത് ചോദ്യോത്തരത്തിലേക്ക് വരുമ്പോൾ ഒന്നുകൂടി എന്ത് ചെയ്യും? സെറ്റാവും. നോക്കുക, പുറപ്പെട്ടയിടത്താണ് 1000 കാതം അവൾ നടന്നിട്ടും. ഈ വരികളിൽ പ്രതിഫലിക്കുന്ന സ്ത്രീ ജീവിതാവസ്ഥ വിശദമാക്കുക. പുറപ്പെട്ടയിടത്താണ് 1000 കാതം അവൾ നടന്നിട്ടും. ഈ വരികളിൽ പ്രതിഫലിക്കുന്ന സ്ത്രീ ജീവിതാവസ്ഥ വിശദമാക്കുക. ഉത്തരാധുനിക മലയാള കവിതയിലെ ശ്രദ്ധേയമായ രചനകളിലൊന്നാണ് ആറ്റൂരിൻ്റെ സംക്രമണം. നൂറ്റാണ്ടുകളായി സ്ത്രീകൾ അനുഭവിക്കുന്ന അവഗണനകളും യാതനകളും അവസാനമില്ലാതെ തുടരുന്നു. പുരുഷാധിപത്യ സമൂഹത്തിൽ ഇന്നും അവളുടെ സ്ഥാനം സമൂഹത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലാണ്. സമൂഹം എത്ര കണ്ട് പുരോഗമിച്ചിട്ടും സ്ത്രീ വിദ്യാഭ്യാസത്തിൽ വലിയ മുന്നേറ്റമുണ്ടായിട്ടും അവളോടുള്ള സമീപനത്തിന് പറയത്തക്ക മാറ്റമൊന്നും വന്നിട്ടില്ല. നിയമങ്ങളും സംവരണങ്ങളും ശാക്തീകരണവും ഒന്നും പുരുഷാധിപത്യത്തിൻ്റെ നുകത്തിന് കീഴിൽ നിന്ന് കാര്യമായൊന്നും സ്ത്രീകളെ മോചിപ്പിച്ചിട്ടില്ല. ഇന്നും സ്ത്രീ ജീവിതം തുടങ്ങിയിടത്ത് തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് ഈ ചോദ്യം കൊണ്ട് അർത്ഥമാക്കുന്നത്. എന്താണ് ചോദ്യം? പുറപ്പെട്ടയിടത്താണ് 1000 കാതം അവൾ നടന്നിട്ടും. എവിടെ നിന്നാണോ പുറപ്പെട്ടത്, മനുഷ്യനുണ്ടായ കാലത്ത്, തൊഴിൽ വിഭജനം ആരംഭിച്ച കാലത്ത് സ്ത്രീകളുടെ അവസ്ഥ എന്താണോ അതേ അവസ്ഥയിൽ തന്നെയാണ് ഇന്നും എന്ത് ചെയ്യുന്നത്? സ്ത്രീകൾ നിൽക്കുന്നത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതിനെക്കുറിച്ച് വിശദമാക്കുക. ഉത്തരാധുനിക മലയാള കവിതയിലെ ശ്രദ്ധേയമായ രചനകളിലൊന്നാണ് ആറ്റൂരിൻ്റെ സംക്രമണം. നൂറ്റാണ്ടുകളായി സ്ത്രീകൾ അനുഭവിക്കുന്ന അവഗണനകളും യാതനകളും അവസാനമില്ലാതെ തുടരുന്നു. പുരുഷാധിപത്യ സമൂഹത്തിൽ ഇന്നും അവളുടെ സ്ഥാനം സമൂഹത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലാണ്. സമൂഹം എത്ര കണ്ട് പുരോഗമിച്ചിട്ടും സ്ത്രീ വിദ്യാഭ്യാസത്തിൽ വലിയ മുന്നേറ്റമുണ്ടായിട്ടും അവളോടുള്ള സമീപനത്തിന് പറയത്തക്ക മാറ്റമൊന്നും വന്നിട്ടില്ല. നിയമങ്ങളും സംവരണങ്ങളും ശാക്തീകരണവുമൊന്നും പുരുഷാധിപത്യത്തിൻ്റെ നുകത്തിന് കീഴിൽ നിന്ന് കാര്യമായൊന്നും മോചിപ്പിച്ചിട്ടില്ല. ഇന്നും സ്ത്രീ ജീവിതം തുടങ്ങിയിടത്ത് തന്നെ നിൽക്കുന്നു. നോക്കുക, അടുത്ത ചോദ്യം. ഒരു കുറ്റിച്ചൂല്, ഒരു നാറത്തേപ്പ്, ഞെണുങ്ങിയ വക്കാർന്നൊരു കഞ്ഞിപ്പാത്രം, ഒരട്ടി മണ്ണവൾ. സ്ത്രീയെ വിശേഷിപ്പിച്ചിരിക്കുകയാണ് ഒരു കുറ്റിച്ചൂലായിട്ട്. ഒരു നാറത്തേപ്പ്, ഞെണുങ്ങിയ വക്കാർന്നൊരു കഞ്ഞിപ്പാത്രം, ഒരട്ടി മണ്ണവൾ. സ്ത്രീകളെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഈ സൂചകങ്ങളിൽ പ്രതിഫലിക്കുന്ന സ്ത്രീകളുടെ സാമൂഹികാവസ്ഥ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. നോക്കുക, കാലങ്ങളായി സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിത ജീവിതത്തെ അനാവരണം ചെയ്യുന്ന കവിതയാണ് ആറ്റൂർ രവിവർമ്മയുടെ സംക്രമണം. കാലങ്ങളായി സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിത ജീവിതത്തെ അനാവരണം ചെയ്യുന്ന കവിതയാണ് ആറ്റൂർ രവിവർമ്മയുടെ സംക്രമണം. സമൂഹത്തിൽ വിലമതിക്കപ്പെടാതെ അസ്തിത്വം ചവിട്ടി അരയ്ക്കപ്പെട്ട സ്ത്രീകളുടെ ദയനീയമായ ജീവിതത്തെ കവി ആവിഷ്കരിക്കുന്നു. ഏറ്റവും ഉപയോഗമുള്ളതും അത്യാവശ്യമുള്ളതുമായ ഗൃഹോപകരണങ്ങളാണ് സ്ത്രീയുടെ സൂചകങ്ങളായി കവിതയിൽ ഉപയോഗിക്കുന്നത്. ഉപയോഗശേഷം നിന്ദ്യ വസ്തുക്കളായി വലിച്ചെറിയപ്പെടുന്നവയുമാണ് അവ. വീടിനെ വൃത്തിയും വെടുപ്പുമുള്ളതാക്കി തീർക്കുന്നത് സ്ത്രീയാണ്. കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്കും സുഖത്തിനും വേണ്ടി അവൾ സഹിക്കുന്ന ത്യാഗത്തിന് കണക്കില്ല. എങ്കിലും കുറ്റിച്ചൂല് പോലെ, ഒരു നാറത്തേപ്പ് പോലെ, ഞെണുങ്ങിയ കഞ്ഞിപ്പാത്രം പോലെ അവൾ അവഗണിക്കപ്പെടുന്നു. വീടും പരിസരവും ശുദ്ധമാക്കാൻ യത്നിച്ചവളെ സമൂഹം നാറത്തേപ്പാക്കി മാറ്റിയിരിക്കുന്നു. ശരീരത്തിന് ആവശ്യമായ ഇന്ധനം ഒരുക്കിയ കഞ്ഞിപ്പാത്രം ഉപയോഗശൂന്യമാകുമ്പോൾ വലിച്ചെറിയുന്നത് പോലെ അവളും ഉപേക്ഷിക്കപ്പെടുന്നു. തലമുറകളെ ഉൽപ്പാദിപ്പിക്കുന്ന സ്ത്രീ പിന്നീട് വക്കുപൊട്ടിയ പാത്രമെന്ന പോലെ പരിത്യക്തയാകുന്നു. കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും ബഹിഷ്കൃതയാകുന്ന സ്ത്രീയുടെ ജീവിതത്തെ ഉപയോഗശേഷം വലിച്ചെറിയപ്പെടുന്ന ഗൃഹോപകരണങ്ങളിലൂടെ കവി ശക്തമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു. സെറ്റാണല്ലോ. നോക്കുക, കാലങ്ങളായി സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിത ജീവിതത്തെ എടുത്തു കാണിക്കുന്ന കവിതയാണ് ആറ്റൂർ രവിവർമ്മയുടെ സംക്രമണം. സെറ്റ്. സമൂഹത്തിൽ വിലമതിക്കപ്പെടാതെ അസ്തിത്വം ചവിട്ടി അരയ്ക്കപ്പെട്ട സ്ത്രീകളുടെ ദയനീയമായ ജീവിതത്തെ കവി ആവിഷ്കരിക്കുന്നു. ഏറ്റവും ഉപയോഗമുള്ളതും അത്യാവശ്യമുള്ളതുമായ ഗൃഹോപകരണങ്ങളാണ് സ്ത്രീയുടെ സൂചകങ്ങളായിട്ട് കവിതയിൽ ഉപയോഗിക്കുന്നത്. ഉപയോഗശേഷം നിന്ദ്യ വസ്തുക്കളായി വലിച്ചെറിയപ്പെടുന്നവയുമാണ് അവ. വീടിനെ വൃത്തിയും വെടുപ്പുമുള്ളതാക്കി തീർക്കുന്നത് സ്ത്രീയാണ്. കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്കും സുഖത്തിനും വേണ്ടി അവൾ സഹിക്കുന്ന ത്യാഗത്തിന് കണക്കില്ല. എങ്കിലും കുറ്റിച്ചൂല് പോലെ, നാറത്തേപ്പ് പോലെ, ഞണുങ്ങിയ കഞ്ഞിപ്പാത്രം പോലെ അവഗണിക്കപ്പെടുന്നു. വീടും പരിസരവും ശുദ്ധമാക്കാൻ യത്നിച്ചവളെ സമൂഹം നാറത്തേപ്പാക്കി മാറ്റിയിരിക്കുന്നു.
ശരീരത്തിന് ആവശ്യമായ ഇന്ധനമൊരുക്കിയ കഞ്ഞിപ്പാത്രം ഉപയോഗശൂന്യമാകുമ്പോൾ വലിച്ചെറിയുന്നത് പോലെ അവളും ഉപേക്ഷിക്കപ്പെടുന്നു. തലമുറകളെ ഉൽപ്പാദിപ്പിക്കുന്ന സ്ത്രീ പിന്നീട് വക്കുപൊട്ടിയ പാത്രമെന്ന പോലെ പരിത്യക്തിയാകുന്നു. കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും ബഹിഷ്കൃതയാകുന്ന സ്ത്രീയുടെ ജീവിതത്തെ ഉപയോഗശേഷം വലിച്ചെറിയപ്പെടുന്ന ഗൃഹോപകരണങ്ങളിലൂടെ കവി ശക്തമായി അവതരിപ്പിച്ചിരിക്കുന്നു. നോക്കുക, അരികവൽക്കരിക്കപ്പെടുന്ന സ്ത്രീ ജീവിതത്തിന് ആത്മബലം നൽകാനാണോ സംക്രമണത്തിൽ കവി ശ്രമിക്കുന്നത്? പൊതുവെ സമൂഹത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന സ്ത്രീ വിഭാഗങ്ങൾക്ക് ശക്തി പകരുന്ന ഒരു കവിതയാണോ സംക്രമണം? അല്ലെങ്കിൽ അവരെ ശക്തിപ്പെടുത്താനാണോ കവി കവിതയിലൂടെ ശ്രമിച്ചിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആറ്റൂർ രവിവർമ്മയുടെ സംക്രമണം എന്ന കവിത സ്ത്രീ വിമോചനത്തിനുള്ള പ്രകടമായ ആഹ്വാനം ഉൾക്കൊള്ളുന്നു. വീട്ടിലും സമൂഹത്തിലും സ്ത്രീ അനുഭവിക്കുന്ന അവഗണനയും പരിഹാസവും പീഡനവും കവി മനസ്സിനെ ഒരു ഒഴിയാബാധയായി നോവിക്കുന്നുണ്ട്. വീട്ടിലും സമൂഹത്തിലും സ്ത്രീ അനുഭവിക്കുന്ന അവഗണനയും പരിഹാസവും പീഡനവും കവി മനസ്സിനെ ഒരു ഒഴിയാബാധയായി നോവിക്കുന്നു. കുറ്റിച്ചൂല് പോലെ, നാറത്തേപ്പ് പോലെ, ഞണുങ്ങിയ വക്കാർന്ന കഞ്ഞിപ്പാത്രം പോലെ ഉപയോഗിച്ച് ഉപേക്ഷിക്കപ്പെടുന്ന സ്ത്രീയുടെ മോചനം അവളിലൂടെ മാത്രമേ നടക്കൂ. അതിനവൾക്ക് കരുത്ത് പകരുന്ന ആഭിചാര ക്രിയയാണ് സംക്രമണം എന്ന കവിത. വിദ്യാഭ്യാസവും ആത്മബോധവും ആത്മവിശ്വാസവും ഇല്ലാതെ ഇരയാക്കപ്പെടുന്ന പാർശ്വവൽക്കരിക്കപ്പെടുന്ന പെണ്ണിന് കടുവയുടെ കരുത്തും ചെന്നായുടെ ശൗര്യവും കാട്ടുതീയുടെ വന്യതയും സൂര്യൻ്റെ തീക്ഷ്ണതയും പകരുകയാണ് സംക്രമണം എന്ന കവിത. എന്തൊക്കെയാണ് നൽകിയിരിക്കുന്നത്? പാർശ്വവൽക്കരിക്കപ്പെടുന്ന പെണ്ണിന് കടുവയുടെ കരുത്തും ചെന്നായയുടെ ശൗര്യവും കാട്ടുതീയുടെ വന്യതയും സൂര്യൻ്റെ തീക്ഷ്ണതയും പകരുകയാണ് സംക്രമണം എന്ന കവിത. ഇതിലേക്കൊക്കെ സ്ത്രീകളെ സന്നിവേശിപ്പിക്കുകയാണ് ആ ആഭിചാരക്രിയയിലൂടെ ആര് ചെയ്യുന്നത്? ആറ്റൂർ രവിവർമ്മ ചെയ്യുന്നത്. ആറ്റൂർ രവിവർമ്മയുടെ സംക്രമണം എന്ന കവിത സ്ത്രീ വിമോചനത്തിനുള്ള പ്രകടമായ ആഹ്വാനം ഉൾക്കൊള്ളുന്നു. വീട്ടിലും സമൂഹത്തിലും സ്ത്രീ അനുഭവിക്കുന്ന അവഗണനയും പരിഹാസവും പീഡനവും കവി മനസ്സിനെ ഒരൊഴിയാബാധയായി നോവിക്കുന്നു. കുറ്റിച്ചൂല് പോലെ, നാറത്തേപ്പ് പോലെ, ഞണുങ്ങിയ വക്കാർന്ന കഞ്ഞിപ്പാത്രം പോലെ ഉപയോഗിച്ച് ഉപേക്ഷിക്കപ്പെടുന്ന സ്ത്രീയുടെ മോചനം അവളിലൂടെ മാത്രമേ നടക്കൂ. അതിനവൾക്ക് കരുത്തു പകരുന്ന ആഭിചാരക്രിയയാണ് സംക്രമണം എന്ന കവിത. വിദ്യാഭ്യാസവും ആത്മബോധവും ആത്മവിശ്വാസവും ഇല്ലാതെ ഇരയാക്കപ്പെടുന്ന പാർശ്വവൽക്കരിക്കപ്പെടുന്ന പെണ്ണിന് കടുവയുടെ കരുത്തും ചെന്നായയുടെ ശൗര്യവും കാട്ടുതീയുടെ വന്യതയും സൂര്യൻ്റെ തീക്ഷ്ണതയും പകരുകയാണ് സംക്രമണം എന്ന കവിത. സെറ്റാണല്ലോ മക്കളെ? റെഡി? പാഠഭാഗം വായിക്കുക, കവിത സെറ്റാക്കുക, നേരെന്ത് ചെയ്തുള്ള ഉത്തരം എഴുതിക്കൊള്ളുക. ഓക്കെ, താങ്ക് യു.